വിഷ്ണുകുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സർ, എല്ലാവരും കണ്ണിലും ഉപരി വളരെയധികം ആത്മബന്ധം ലാലേട്ടനുമായിട്ടുള്ള ഒരു വ്യക്തിയാണ്, കളിക്കൂട്ടുകാരനാണ്. എന്തൊക്കെ അനുഭവങ്ങളാണ്, നല്ല ഓർമ്മകളാണ് അദ്ദേഹത്തിനോടൊപ്പം ഉള്ളത് പങ്കുവയ്ക്കാനുള്ളത്? ലാലേട്ടനോട്ടുള്ള ബന്ധം ഒരു 55-60 കൊല്ലത്തെ ബന്ധമുണ്ട്. ഒരുമിച്ച് കളിച്ചു, ഒരുമിച്ച് വളർന്നു, ഒരുമിച്ച് എല്ലാ അനാവശ്യങ്ങളും കാണിച്ചിട്ടുണ്ട്. അവനെ വെച്ച് ആദ്യമായിട്ട് പടം ഡയറക്റ്റ് ചെയ്യാൻ പറ്റി, അതൊരു ഭാഗ്യമാണ്. കഴിഞ്ഞ 10-50 കൊല്ലമായിട്ട് ഡെയിലി കോൺടാക്ട് ഉണ്ട്. ഒരു ദിവസം പോലും കോൺടാക്ട് ചെയ്യാതിരിക്കാൻ പാടില്ല. പിന്നെ ഭാര്യ സുജിയാണെങ്കിലും എന്റെ വൈഫ് ബീനയാണെങ്കിലും ആ ബന്ധമുണ്ട്. ഞാനും ലാലുമായിട്ടുള്ള ബന്ധം ഡയറക്ടറും നടനൊന്നുമല്ല. ഞാനും ലാലുമായിട്ടുള്ള ബന്ധം വെച്ചാൽ എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് അവനാണ്, അവന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ഞാനാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതൊരു ഏറ്റവും വലിയ നല്ല നിമിഷമാണ്. ഈ 2 കൊല്ലം കഴിഞ്ഞാൽ ഞങ്ങളുടെ 50ാമത്തെ കൊല്ലമാണ്. അത് ഇതിനും വലിയ ആഘോഷമായിരിക്കും. ഇത് പിന്നെ ഫാൾക്ക അവാർഡ് കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ ആദ്യം എന്നെയാണ് അവൻ വിളിക്കുന്നത്. അപ്പം ഞാൻ അത് ഏത് നല്ല കാര്യമുണ്ടെങ്കിൽ ആദ്യം എന്നെ വിളിക്കും. അറിയാ എനിക്ക് ഫാൾക്ക അവാർഡ് കിട്ടിയത്. ഞാൻ നല്ല നന്നായിട്ടുണ്ട്. പിന്നെ ഞാൻ അവന്റെ വൈഫിനെ വിളിച്ചു, ചേട്ടൻ അറിഞ്ഞെന്ന് എനിക്കറിയാം. അപ്പം ഞങ്ങളുടെ ഒരു ബന്ധം സിനിമാ ബന്ധമല്ല, വേറൊരു വളരെ ഒരുമിച്ച് കളിച്ച് വളർന്ന് ഒരേ കോളേജിൽ പഠിച്ച് അങ്ങനെ ഒരു ബന്ധമാണ് ലാലുമായിട്ടുള്ളത്. ഇപ്പം അവൻ എന്റെ കൂടെ ഒരുമിച്ച് ഇപ്പം അവന്റെ കൂടെയാണ് ഞാൻ വരുന്നത്. അപ്പോൾ എന്റെ കൂടെ വരാൻ അവന്റെ കൂടെ ഞാൻ വന്നു, അവന്റെ കൂടെ കൂടി. അപ്പൊ അങ്ങനെ എല്ലാം നല്ല 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 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. തലസ്ഥാനത്ത് ഒരുപാട് മനോഹരമായ ഓർമ്മകൾ ഉണ്ടാവുമല്ലോ. ഒരുപാട് ഓർമ്മ. ആ ഓർമ്മകൾ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊന്നും തീരത്തില്ല. വേറെ ദിവസം വീട്ടിൽ വന്നാൽ പറയാം. ഏതെങ്കിലും ഒരു ഓർമ്മ പങ്കുവയ്ക്കാം. ആ കുട്ടി അത് പറയാം. ആദ്യത്തെ ഷോട്ട് എടുക്കുന്ന അവന്റെ വീട്ടിൽ വെച്ചാണ്. അന്ന് ഞങ്ങൾ പ്രീ ഡിഗ്രിക്ക് പഠിക്കുക. അപ്പൊ അവനെ വെച്ച് ആദ്യത്തെ ഷോട്ട് എടുത്തു. അത് ഫസ്റ്റ് ഷോട്ടായിരുന്നു, അത് ഓക്കെ ആയിരുന്നു. അവന്റെ അമ്മ അത് കണ്ടുകൊണ്ട് കഴിഞ്ഞു. അപ്പൊ അത് ഭാഗ്യമുള്ള കാര്യമാണ്. ഫസ്റ്റ് ഷോട്ടിൽ ഓക്കെ ആയി. അതുകൊണ്ടൊന്ന് മോഹൻലാൽ ഇന്നിപ്പോ ഫംഗ്ഷൻ തന്നെ തിരുനോട്ടം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനിലോട്ടാണ് പോകുന്നത്. അപ്പൊ അത് വലിയ ഭാഗ്യമാണ്. അതൊരു ഞാൻ പറഞ്ഞ ലോകത്തെ ഏറ്റവും ഭാഗ്യവാൻ ഞാനാണ്. മോഹൻലാൽ എന്നുള്ള ഏറ്റവും വലിയ നടനെ വെച്ച് ഡയറക്റ്റ് ചെയ്യാൻ പറ്റിയത്. സുഹൃത്തിന് ഇത്തരമൊരു അംഗീകാരം കിട്ടാൻ വൈകിപ്പോയി എന്ന് തോന്നുന്നു. മിക്ക സമയത്തല്ലേ കിട്ടുള്ളൂ. അത് സത്യന്റെ പടത്തിൽ പറയുന്നതില് സമയമാകുമ്പോ കിട്ടും എന്ന് പറയുന്നില്ല. എന്താ പറയാ, സത്യം പറഞ്ഞു, സത്യന്തിക്കാട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ശ്രീനിയുടെ. അപ്പൊ അതുപോലെ അങ്ങനെ അവൻ ഈ സമയത്താണ് കിട്ടേണ്ടത്. ആ കറക്റ്റ് സമയത്ത് കിട്ടി. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇനി എന്തെല്ലാം കിട്ടാൻ കിടക്കുന്നു ലാലിന്. ലാലേട്ടൻ എന്നും നമുക്കൊരു സ്വകാര്യ അഹങ്കാരമാണ്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേർന്നത്. ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.